മണ്ഡലപൂജയ്ക്ക് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. തുടർച്ചയായി 3-ാം ദിവസവും തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടു. പൊതു അവധി ദിനമായ ഇന്നും തിരക്കിന് ഒരു കുറവുമില്ല. നാളെ വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കുക. 27-ന് മണ്ഡലപൂജയും നടക്കും. തങ്കയങ്കി ഘോഷയാത്രയ്ക്കുള്ള കാത്തിരിപ്പിലാണ് നിലവിൽ സന്നിധാനമുള്ളത്. നാളെ വൈകിട്ടാണ് ഭഗവാന് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കുന്നത്. വിശേഷപ്പെട്ട ദർശനമായതിനാൽ തന്നെ നിരവധി ആളുകൾ സന്നിധാനത്ത് ഇന്ന് വന്ന ആളുകളൊക്കെ ആ ദർശനം നടത്തി മാത്രമേ തിരിച്ച് പോകാറുള്ളൂ. പരമാവധി തിരക്ക് കുറയ്ക്കാനുള്ള നടപടികളൊക്കെ പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്നുണ്ട്. നാളെ ഉച്ചയോടുകൂടി പമ്പയിലെത്തുന്ന ഘോഷയാത്ര ഉച്ചയ്ക്ക് ശേഷമാണ് സന്നിധാനത്തേക്ക് പുറപ്പെടുക. ഈ ശരണപാതയിൽ ആ സമയത്ത് ഘോഷയാത്ര കടന്നു പോകുന്ന സമയത്ത് അയ്യപ്പന്മാർക്ക് മല ചവിട്ടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 30,000 പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തിന് അനുമതി ഉണ്ടാവുക. 2,000 സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ 27-ന് മണ്ഡലപൂജാ ദിവസത്തിലും ഈ സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന ആളുകൾ ഈ മണ്ഡലപൂജയ്ക്കും അതുപോലെ തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ മല ചവിട്ടി സുഖദർശനം നടത്തി മടങ്ങിയിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്.